നമുക്ക് ഉച്ചക്കത്തെ ചോറിന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയാലോ. ചോറെടുത്തു. കോവയ്ക്ക തോരനാണ് ഇന്ന് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പച്ചരി പുളിങ്കറിയാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പച്ചരി പുളിങ്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ഒരു ചട്ടിയിലിട്ട് ഒഴിക്കാം കേട്ടോ. അതിലോട്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാനിവിടെ കഷ്ണങ്ങളാക്കി എടുത്തേക്കുന്നത് മത്തങ്ങയും വെള്ളരിക്കയുമാണ് കേട്ടോ. നമുക്ക് കുമ്പളങ്ങ വേണമെങ്കിലും എടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് 2 കൈ പച്ചരിയും 1/4 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കാം. കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ. പച്ചരി ഞാൻ നന്നായിട്ട് കഴുകി വെച്ചാണ്. അതാ ഒരു ബ്രൗൺ നിറമായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതാ 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണേ. 2 ചെറിയ പച്ചമുളക് കൂടി ചേർക്കണം കേട്ടോ. വലുതാണെങ്കിൽ ഒരെണ്ണം മതി. വെന്ത കഷ്ണത്തിലോട്ട് നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം, കാരണം ഈ അരപ്പ് നന്നായിട്ട് കുറുകി വരുവേ. പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ കറിവേപ്പില, 1 കപ്പ് പരിപ്പ് വെന്തതും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പം കടുകും കറിവേപ്പിലയും വറുത്ത് ചേർക്കണം.